ഹായ് ഫ്രണ്ട്സ്, ഹാഫ് kg കേക്കിന് ബേസായി യൂസ് ചെയ്യാൻ പറ്റുന്ന വാനില സ്പഞ്ചിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതിനായി ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ അരിച്ചെടുക്കാം. ഇനി ഇത് ഒരു സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ചുവട് കട്ടിയുള്ള ഒരു അലൂമിനിയം പാത്രം അടച്ച് പ്രീഹീറ്റ് ചെയ്യാനായി വയ്ക്കാം. ലോ ഫ്ലെയിമിലാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. നല്ല ക്ലീനായ ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 മുട്ട, 1/2 ടീസ്പൂൺ വാനില എസൻസ് എന്നിവ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യാം. അര കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പഞ്ചസാര കുറച്ചായി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊരു ക്രീമി കൺസിസ്റ്റൻസി ആകുന്നത് വരെ ഹൈ സ്പീഡിലിട്ട് നന്നായി ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ലോ സ്പീഡിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പാല് ഇപ്പോൾ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പാല് ഇനി ഫ്ലോർ ആഡ് ചെയ്ത ശേഷം ചേർക്കാം. 1 kg കേക്കിന് ബേസായി യൂസ് ചെയ്യാൻ പറ്റുന്ന ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെയും വാനില സ്പഞ്ചിൻ്റെയും റെസിപ്പി ഇതിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫ്ലോർ മൊത്തമായും ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 6 ഇഞ്ചിൻ്റെ ടിന്നാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ടിന്നിനടിയിൽ ഓയിൽ ബ്രഷ് ചെയ്ത ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനായി നന്നായി ടാപ്പ് ചെയ്യാം. അതിനുശേഷം ബേക്ക് ചെയ്യാനായി വയ്ക്കാം. നേരത്തെ പ്രീഹീറ്റ് ചെയ്യാനായി വെച്ചിരിക്കുന്ന അലൂമിനിയം പാത്രത്തിനുള്ളിലേക്ക് വെച്ച് അടച്ച് 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാനായി ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. ടൂത്ത് പിക്കിൽ ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. കേക്ക് കുറച്ച് തണുത്തതിന് ശേഷം ടിന്നിൽ നിന്ന് മാറ്റാം. ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേക്ക് കിട്ടിയിട്ടുള്ളത്. കേക്ക് നന്നായി തണുത്തതിന് ശേഷം ലെയറായി കട്ട് ചെയ്ത് ഐസിങ് ചെയ്യാവുന്നതാണ്. 4 ലെയറായിട്ടും ഈ കേക്കിനെ കട്ട് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.